ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത്, റഹീമിൻ്റെ ഞാൻ വന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥ ഈ സംഭവങ്ങളുടെ ഞെട്ടിൽ നിന്നൊന്നും റിക്കവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ വൈഫുമായിട്ട് കണ്ട് കുറച്ചു നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴാണ് കിട്ടിയത്. ഇന്നലെ ഖബറിലെല്ലാം പോയി ഒക്കെ നിൽക്കുന്നു. ആ മാനസികാവസ്ഥ നിങ്ങളെല്ലാം അറിയുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം അദ്ദേഹത്തിന് പറയാനുള്ള വിവരങ്ങൾ എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥന. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിങ്ങൾക്കും അറിയാം. അതനുസരിച്ചുള്ള ഒരു ഇതാകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇന്ന് രാവിലെ എത്തിയതാണ് ഞാൻ. പിന്നെ വൈഫിനെ കണ്ടു. പുരോഗതിയുണ്ട്. നേരത്തെ കണ്ടതിനേക്കാളും വ്യത്യാസം ഇപ്പോൾ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക, അത്രേ പറയാനുള്ളൂ. മറ്റൊന്നും പറയാനുള്ള സാഹചര്യത്തിലല്ല ഞാൻ. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. സംസാരിച്ചതിൽ നിന്ന് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ട്? അല്ല, അങ്ങനെയല്ല. ഇന്നത്തെ കണ്ടേക്കാലം പുരോഗതി ഇന്നുണ്ട്. സംസാരത്തിനും മറ്റു വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതേ ഉള്ളൂ. അന്ന് വീട്ടിലുണ്ടായ സാഹചര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നോ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പോലീസിന് നൽകിയ മൊഴിയിൽ എന്തായിരുന്നു അവർ പ്രധാനമായിട്ട് ചോദിച്ചത്? അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല. എന്നോട് ചോദിച്ചിട്ടില്ല അതിനെക്കുറിച്ചൊന്നും. അല്ല, അബ്ദുറഹീമിനോട് എന്താണ് പോലീസ് ചോദിച്ചത് അക്കാര്യത്തിൽ? സാധാരണ എനിക്കറിയത്തില്ല. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അത്രേ ഉള്ളൂ. സാമ്പത്തിക പ്രശ്നമായിട്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള കുടുംബമല്ലാതെ ഞങ്ങളത്. സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമല്ല. പിന്നെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അറിയത്തില്ല. അതിനിപ്പം പോലീസിന്റെ നിയമവശം അവരെ തെളിയിക്കാനുള്ളതാണ്. എനിക്കറിയത്തില്ല കുറച്ച് കൂടുതലൊന്നും. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള സാമ്പത്തിക എന്നും വീടുകളിൽ ബന്ധപ്പെടുന്ന ആളാണ് ഞാൻ. എന്നിട്ട് അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല. വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. 45 ലക്ഷത്തോളം രൂപയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതായിട്ട് പോലീസ് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയത്തില്ല. എത്ര ബാധ്യതയുള്ളത് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഇത് അറിവിലില്ല. ഈ വീട് വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കടമുണ്ട് എന്ന് പറയുന്നത്? വീട് വെച്ചതിലൊന്നും കടകളൊന്നുമില്ല. വീട് വെച്ച് കഴിഞ്ഞാൽ കടക്ക് എല്ലാം തീർത്തതാണ്. അതിലൊന്നും കടകൾ ബാധ്യതകളൊന്നുമില്ല. ട്രാവൽ ബാൻ അവർക്ക് സാമൂഹ്യ പ്രവർത്തകരും അവർക്ക് എല്ലാവരും സഹായിച്ചാണ് ഞാൻ ഇല്ല അങ്ങനെയൊന്നുമില്ല. അവനായിട്ട് മിക്കവാറൊക്കെ വാട്സപ്പിൽ സംസാരിക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മുന്നേ. ശരി, എന്നാൽ പ്രാർത്ഥിക്കാത്ത